എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കുവാനായിട്ട് പോകുന്ന വിഭവം കണവത്തോരനാണ്. വളരെ ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളി രുചിയിൽ കിട്ടും. ആദ്യമായിട്ടാണ് കണവത്തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഫ്ലോപ്പ് ആവാതെ അടിപൊളി ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കണവത്തോരൻ. ചക്കയോ ചോറോ എന്ത് വേണമെങ്കിലോ ചപ്പാത്തി പൂരി എങ്ങനെ വേണേലും പൊറോട്ട എല്ലാത്തിനും ഇത് മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വൃത്തിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ വളരെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ചു നേരം ഊറ്റിവെക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്കാണ് നമ്മൾ ഈ കണവ വേവിക്കുവാനായിട്ട് വെക്കുന്നത്. കുക്കറിൽ ഈ കണവ എല്ലാം ഇട്ട് ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതെ നമ്മൾ 2 വിസിൽ കേൾപ്പിക്കുക. ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ചേറെ ഇഞ്ചിയും കൂടെ എടുക്കുക. രണ്ടും വെവ്വേറെ ആയിട്ടൊന്ന് ചതച്ചെടുക്കുക. കുറച്ച് കീറിയ പച്ചമുളക് എടുക്കുക. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചിരകുക. കാരണം നമുക്കിതിന് അരപ്പ് വേണം. കണവ തോരനല്ലേ വെക്കുന്നത്. അപ്പം തേങ്ങ ചിരകിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, തണ്ട് ഇത്രയേ ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് മുളക് പൊടി, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരയേണ്ട, ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ 3 ചെറു വലുപ്പമുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 തക്കാളി ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വെച്ചിട്ട് കണവത്തോരൻ വെക്കുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ 2 വിസിലും കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണയാണ് ഒഴിച്ചത്. എല്ലാവരും ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ആ കണക്കിന് ഒഴിക്കുക. ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒരു വലിയ സ്പൂണിനാണെങ്കിൽ വലിയ ടേബിൾ അല്ല സ്പൂണിനാണെങ്കിൽ ഒരു 3 സ്പൂണുണ്ട്. അതാ കടുക് ഇടുകയാണ്. നല്ല ജീരകം ഒരു 1/2 സ്പൂണ് നല്ല ജീരകം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയുടെ ആവശ്യത്തിന് ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി തോനെ ചേർക്കണം. 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 കൂട്ടിയാൽ മതി. ചെറിയ സവാളയുണ്ട്, 3 കൂട്ടിയാൽ. ഒന്ന് വാടാൻ വേണ്ടി കരിവേപ്പില കുറവാണ്. നമ്മുടെ മുറ്റത്ത് ചെറിയൊരു കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനകത്ത് തക്കാളിയും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. വെള്ളം ഞാൻ ഒഴിച്ചു, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. കണവ കഴുകി ഞാൻ ഇതിനകത്ത് ഊറ്റിയിട്ടാണ് ഒഴിച്ചത്. ഇത്രയും വെള്ളമായി. അതുകൊണ്ട് ആരും വെള്ളം ഒഴിക്കണ്ട കണവയിൽ. കുക്കറിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലാതെയാണ് വെച്ചത്. അങ്ങനെ നമ്മൾ അടച്ച് വേവിച്ചതെല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. ചേർക്കുകയാണ്. പിന്നെ മുളക്, മഞ്ഞൾ, പിന്നെ തേങ്ങ, ഇത് 3 ഉള്ളൂ. ഇതിനകത്ത് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ തക്കാളിക്ക, ഉള്ളി, ഇത്രയാണ്. ഉപ്പ്, അങ്ങനെ ഈ അരപ്പും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് ദാണ്ട് വെള്ളം ഒന്ന് ജസ്റ്റ് ആ തവിയിലൊന്ന് ഊറ്റിയിട്ട് ഈ കണവ ഈ അരപ്പിലേക്ക് ഇടുകയാണ്. ഈ കണവ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. തണുത്താൽ പോലും റബ്ബർ ബാൻഡ് പോലും ഇരിക്കത്തില്ല. കല്യാണം കഴിഞ്ഞവരും കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അവർക്കൊക്കെ എളുപ്പമാണ് ഇത് വെക്കാൻ. വൈകിട്ടൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് വെച്ചാൽ തണുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നാളെ ചോറിന് കൊണ്ടുപോകാനൊക്കെ നല്ലത്. അയവ കണവത്തോരൻ്റെ ആ ഒരു പിന്നെ ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാം. അരി വറുത്ത് പൊടിച്ച് ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഒരു ദിവസം കാണിച്ചു തരാം. നമ്മൾ ഒരു തുള്ളി
തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതെ കണവയിൽ നിന്ന് കിട്ടിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ അങ്ങോട്ട് വേവട്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് പുളി ഇച്ചിരി കുറവായിരിക്കും. ഞാൻ എൻ്റെ മരുമോടെ കൊടുക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ. പുളി ഉണ്ടോ? ചൂട് പുളി മതിയോ? ഇച്ചിരി കൂടെ വേണം. ഒരു ഞുള്ളു കറക്റ്റാ. മതി. പുള്ളിക്കാരി പറയുന്നത് കറക്റ്റാണ്. നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ഇതിനകത്ത് പുളി ചേർക്കണ്ട. എന്താ ചേർക്കേണ്ടതെന്ന് പറയട്ടെ, നാരങ്ങ ഒരു മുറി പിഴിഞ്ഞ് ചേർക്കുക. നല്ല ടേസ്റ്റാണ്. പുള്ളിക്കാരി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല ഞാൻ അത് ഇപ്പം ചേർക്കുന്നില്ല. എനിക്ക് ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. സൂപ്പറാണ്. എല്ലാവരും ചെയ്ത് കഴിച്ചു. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. അറിയുന്നവർക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. അവർ എന്നെ ചിലപ്പോൾ ചീത്ത വിളിക്കും. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ? ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ, ചക്ക കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പാത്രത്തിൽ കോരണോ? ഒരു പാത്രത്തിൽ കോരി കാണിക്കാം. പിന്നെ പരിചയമില്ലാത്തവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാരൻ. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനൊരു എണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും സപ്പോർട്ട് ചെയ്യും. ബൈ ബൈ. ബൈ ബൈ. ഹായ്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.